ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ ഫോണിലെ യൂട്യൂബിലെ റീൽസോ ടിക്ടോക്കിലെ റീൽസോ കൈകൊണ്ട് തൊടാതെ ഇങ്ങനെ വിരലുകൊണ്ട് നീക്കാൻ എങ്ങനെയാണെന്ന് പഠിക്കണോ? അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഫോണിൽ ടച്ച് ചെയ്യാതെ നിങ്ങൾ കാണുന്ന റീൽസോ ടിക്ടോക്ക് വീഡിയോ വിരലുകൊണ്ട് നീക്കാൻ പറ്റും. അത് മുന്നോട്ടും ആക്കാം പുറമോട്ടും ആക്കാം. എങ്ങനെ എടുക്കാമെന്ന് കണ്ടു നോക്കുക. ഹലോ, അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സ്പേഷ്യൽ ടച്ച് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വൈൽ യൂസിങ് ദിസ് ആപ്പ് അത് അലോഡ് കൊടുക്കുക. ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറ പെർമിഷൻ അലോഡ് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ പെർമിഷൻ അലോ കൊടുക്കുക, അതിനുശേഷം എഗ്രി കൊടുക്കുക. അതിനുശേഷം അസംബ്ലിറ്റി പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. തൊട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് ആപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പേഷ്യൽ ടച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്യുക. വേണമെങ്കിൽ ഷോർട്ട് കട്ടും കൊടുക്കാം. അത് നിങ്ങൾ അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ കൊണ്ട് കാണിക്കേണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ എന്താണ് കാണിച്ചു തരാം. ഈ കാണിച്ച പോലെ വിരലുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ഒരു സ്ക്വയർ പോലുള്ള കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ചൂണ്ടുവിരൽ കാണിച്ച് ജസ്റ്റ് താപ്പോട്ടും മേപ്പോട്ടും മൂവ് ചെയ്യിക്കുക. അതായത് അടിയിൽ നിന്ന് മേപ്പോട്ട് മൂവ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിംഗറിൻ്റെ ലെവൽ കറക്റ്റ് ആകുമ്പോൾ അത് ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഗ്രീൻ ലൈൻ പോലെ ഗ്രീൻ കളറിൽ നിങ്ങളുടെ ഫിംഗർ അതിൽ തെളിയും. എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുകയുള്ളൂ. എന്നിട്ട് വേണം നിങ്ങൾ ഈ ആക്ഷൻ കാണിക്കാൻ. അതിനുശേഷം 2 ഫിംഗർ വെച്ച് കാണിക്കാൻ ഓപ്ഷനുണ്ട്. അതും കറക്റ്റായിട്ട് ഗ്രീൻ സിഗ്നൽ കാണിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് കാണിക്കുക. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെ ഇത്രയും ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഏത് ആപ്ലിക്കേഷനിലെ വീഡിയോസും നിങ്ങളുടെ ഫിംഗർ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കണ്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ ട്രൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആദ്യമേ തുടക്കത്തിൽ ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു. പക്ഷേ അത് കുറച്ച് ക്ലിയർ കുറവാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഞാൻ അതിലെ ഷോർട്സ് വീഡിയോ എടുത്തു. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിൽ ചെറിയൊരു ചെറിയ ഷോർട്ട് സ്ക്രീൻ കാണാൻ സാധിക്കും. അവിടെ ഒരു ഗ്രീൻ കൈ പോലെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ആവുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ പുറത്ത് നിന്ന് എൻ്റെ ഫിംഗറിലെ ഇങ്ങനെ ചലിപ്പിക്കുമ്പോഴാണ് ഈ വീഡിയോസ് ഇങ്ങനെ മൂവ് ആവുന്നത്. പ്രോപ്പറായിട്ട് നിന്നാൽ മാത്രമേ മൂവ് ആകത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ചെറിയ വീഡിയോ ഇതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഓക്കെ, ഈ ഡിസ്പ്ലേയിൽ ഇതുപോലെ ഫിംഗറിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പോൾ സിമ്പിളാണ്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിനോട് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, സൈൻ ഔട്ട്.